ക്യാൻറ്റീനിൽ ചായയ്ക്കും പപ്സിനും ഓർഡർ കൊടുത്തിട്ട് ചുറ്റും ഇരുന്ന് ചർച്ച നടത്തുകയാണ് ജെന്നിയും കൂട്ടുകാരും. ഡാ, ഇറങ്ങാൻ നേരം നീ എന്താ സാറിനോട് പറഞ്ഞത്? തനി ചോദിച്ചതും അനി പെട്ടെന്ന് നിശബ്ദയായി. അത് ഞാൻ വെറുതെ. അനി തപ്പി. വെറുതെ ഒന്നുമല്ല, ഞാൻ ക്ലിയറായി കേട്ടു. അങ്ങേരെ കൊണ്ട്. ജെന്നി വാ തുറന്നതും അനി അവളുടെ വായ പൊത്തി. ഒന്ന് ചുമ്മാതിരിക്കു പെണ്ണേ. അപ്പോ കാര്യമായി എന്തോ ഉണ്ടല്ലോ. തനി മുഖം ചുളിച്ചു. ആ അതെ അതെ, നമ്മൾ കരുതിയതുപോലെ അത്ര പാവൊന്നും അല്ല നമ്മുടെ അനി. ബോംബല്ലേ ബോംബ്. ഞാൻ പോലും ഞെട്ടിപ്പോയി. ഷോ, അതിന് എന്താണെന്നറിയാതെ ഒരു സമാധാനം കിട്ടില്ലല്ലോ. ഡാ പറയടാ, എന്താടാ നീ സാറിനോട് പറഞ്ഞത്? തനി ഞോണ്ടി. അപ്പ വായിൽ വന്നതെന്തോ വിളിച്ചു പറഞ്ഞു. അതിപ്പോ ഞാൻ ഓർക്കുന്നില്ല. എന്നാ ഞാൻ ഓർക്കുന്നുണ്ട്. ജെനി ഊന്നി. അനി അവളെ നോക്കി കണ്ണുരുട്ടി. പാറു ചിരിയോടെ ഒക്കെ നോക്കിക്കണ്ടിരിക്കുകയാണ്. അതെ പാറു, നീ എന്താ ഇന്ന് ലേറ്റായത്? അതുകൊണ്ടല്ലേ ഒന്നും കാണാനുള്ള ഭാഗ്യമില്ലാതെ പോയത്? പാറു ജെന്നിയെ നോക്കി. അവൾ കണ്ണടച്ച് ചിരിച്ചു. നമ്മുടെ ജെന്നി ഒരു പണിയൊപ്പിച്ചു. അത് കുറിക്കൊണ്ടു. നമ്മുടെ സാറിന് BP കൂടുതലാണെന്ന് മനസ്സിലാക്കാൻ പറ്റി എന്നതൊഴിച്ചാ വേറൊരു പ്രയോജനം ഉണ്ടായില്ല. തനി വിശദീകരിച്ചു. എന്നാരാ പറഞ്ഞത്? ജെന്നി അവളെ നോക്കി. എടാ, നിങ്ങൾ കണ്ട ആംഗിളിലല്ല കാര്യങ്ങൾ. പിന്നെ 3 പേരും ജെന്നിയെ നോക്കി കോറസ് പാടി. ജെന്നി ചിരിച്ചു. എടാ, നമ്മുടെ സാറിന് നമ്മുടെ കൊച്ചിനോട് മുടിഞ്ഞ പ്രേമമാണെന്ന്. കോപ്പ്, ഇതാണോ നീ നിന്റെ ആംഗിളിൽ നിന്ന് മനസ്സിലാക്കിയത്? അനിയുടെ മുഖത്ത് പുച്ഛം. ഞാൻ പറയട്ടെ, ഇവൾ സാറിന്റെ നെഞ്ചിൽ മുട്ടിയപ്പോ അങ്ങേരുടെ ഫേസ് ഞാൻ കണ്ടതല്ലേ. 1000 നക്ഷത്രങ്ങളാ പൂത്തുലഞ്ഞു നിന്നത്. ആ ശരിയാ, ആ ശോഭയിൽ കണ്ണ് മഞ്ഞളിച്ചതുകൊണ്ടാകും അങ്ങേരനെ അരിച്ചാക്ക് പോലെ വലിച്ചെറിഞ്ഞത്. അനി മുഖം ചുളുക്കി. തനിയും പാറുവും ചിരി കടിച്ചു പിടിച്ചു. നിങ്ങൾ നോക്കിക്കോ, ഈ അനീറ്റ അങ്ങേരുടെ ഭാര്യയായി അങ്ങേരുടെ കൊച്ചുങ്ങളെ പ്രസവിച്ച് അങ്ങേരെ കൊണ്ട് ഇത്ര വരപ്പിക്കും. ആ അതിന്ന് ഞങ്ങൾ കണ്ടു ആരാരെയാ വരപ്പിക്കാൻ സാധ്യത കൂടുതലെന്ന്. അനിയുടെ മുഖം വിളറി. അതിപ്പോ പെട്ടെന്ന് അങ്ങേര് റേസാകുമെന്ന് ഞാൻ അറിഞ്ഞോ? ആ നെഞ്ചോട് ചേർന്ന് നിന്നതിന്റെ സുഖത്തിൽ മതിമറന്ന് നിന്നപ്പോഴാ കാലമാടൻ എന്നെ വലിച്ചെറിയുന്നത്. ഇതോടെ ഞാൻ പിന്മാറുമെന്ന് അങ്ങേര് കരുതിയെങ്കിൽ അങ്ങേർക്ക് തെറ്റി. ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശരി, ഞാൻ അങ്ങേരെയും കൊണ്ട് ഈ ക്യാമ്പസ് വിടൂ. നിങ്ങൾ നോക്കിക്കോ. ഇതാണ് സ്പിരിറ്റ്. ഇങ്ങനെ വേണം പെൺപിള്ളേരായാൽ. അല്ലാതെ ദേ ഇരിക്കുന്ന 2 പോലെ പഴം വിഴുങ്ങികളാകരുത്. തനിയെയും പാറുവിനെയും ചൂണ്ടി ജെന്നി പറഞ്ഞു. അവർ 2 പേരും പരസ്പരം നോക്കി കണ്ണുമിഴിച്ചു. ഇതിപ്പോ ഞങ്ങൾ എന്ത് ചെയ്തിട്ടാ? നിങ്ങളൊന്നും ചെയ്യുന്നില്ല, അതാ പറഞ്ഞത്. അത്രയ്ക്കായോ? പറഞ്ഞോ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? തനി ആവേശം കൊണ്ടു. പറഞ്ഞാ ചെയ്യോ? ജെന്നി മൂപ്പിച്ചു. ചെയ്യും. ഉറപ്പാന്നേ, ഉറപ്പ്. എൻ്റെ വാപ്പ അയിമൂട്ടിയാണ് സത്യം. ആ അത് മതി, സമയാകട്ടെ പറയാം. ജെന്നി ചിരിയോടെ പപ്സ് എടുത്ത് കഴിച്ചു. എടാ, ഞാനൊന്ന് വാഷ്റൂം പോയി വരാം. അനി എഴുന്നേറ്റു. ഞാനും വരുന്നു. തനി ചാടി എണീറ്റു. അവർ പോയതും പാറു ജെന്നിയുടെ കയ്യിൽ പിടിച്ചു. എന്താടാ? ശ്രീയേട്ടൻ. ജെന്നിയുടെ കണ്ണുകൾ ചുരുങ്ങി. അല്ല, കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെല്ലുമ്പോൾ ശ്രീയേട്ടനും വന്നു. കേസൊന്നുമില്ല, വെറുതെ വിട്ടെന്ന് ഹരിയേട്ടനോട് പറയുന്ന കേട്ടു. എങ്ങനെയാണ്ടാ ഞാൻ നന്ദി പറയേണ്ടത്? പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ദേ പെണ്ണെ, മോങ്ങിയ നിന്റെ മോന്തയ്ക്ക് ഞാൻ തരും, പറഞ്ഞേക്കാം. അവർ വരും മുന്നേ കണ്ണു തുടയ്ക്ക്. വെറുതെ ഓരോന്ന്. അവരുടെ നടുവിലേക്ക് എന്തോ വീണതും ജെന്നിയും പാറുവും ഞെട്ടിപ്പോയി. ടേബിളിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് പല്ലിയെ കണ്ടതും അവർ ചമ്മി. അപ്പോ പുലിക്കുട്ടി പേടിക്കും. ചിരിയോടെ ചേർ വലിച്ചിട്ടുകൊണ്ട് വസു അവരുടെ നടുക്കിരുന്നു. ജെന്നിയുടെ കണ്ണുകൾ വിടർന്നു. പാറു അത് കണ്ടു. പെട്ടെന്ന് ഗൗരവത്തിൽ ജെന്നി അവനെ നോക്കി.
ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഞങ്ങളുടെ പിന്നാലെ നടക്കുന്നത് എന്തിനാ? അതോ ഞാൻ നേരത്തെ വന്നപ്പോ എന്തോ ഇവിടെ വെച്ച് മറന്നു, അതെടുക്കാൻ വന്നതാ. എന്നാ പിന്നെ അതെടുത്തോണ്ട് പൊയ്ക്കൂടെ? അതെങ്ങനാ? അതിപ്പോ മറ്റൊരാളുടേതാ. അയാൾ അത് കട്ടെടുത്തു. ഇയാൾക്കെന്താ വട്ടുപിടിച്ചോ? അതോ വല്ലതും പുകച്ചോ? വസു അവളെ കൂർപ്പിച്ചു നോക്കി. പെട്ടെന്ന് അവന്റെ ഫോൺ റിങ് ചെയ്തു. ആ എലി? അത് കേട്ടതും ജെന്നിയുടെ മുഖം ഇരുണ്ടു. ഇല്ലടാ, ഞാൻ ഇപ്പൊ വരാം. വൈകുന്നേരമല്ലേ, സെറ്റ്. അവൻ ഫോൺ പോക്കറ്റിൽ തിരുകിക്കൊണ്ട് അവളെ നോക്കി. വൈകുന്നേരം എലിയുടെ വക ട്രീറ്റ് ഉണ്ട്. തായ്ലൻഡ് സ്പെഷ്യൽ ഡിന്നർ, പിന്നെ ഒരു മൂവി. ഓ, അവൾ മുഖം കൂട്ടി. ചെയർമാന് മാത്രമേ ഉള്ളോ, അതോ നിങ്ങളുടെ ഗ്യാങ് മുഴുവനുണ്ടോ? ഏയ് ഇല്ലില്ല, ഞാനും എലിയും മാത്രം. അവൻ നാണത്തോടെ വിരൽ കടിച്ചു. ഇങ്ങേരിതെന്താ ഇങ്ങനെ? ജെന്നി മുഖം ചുളിച്ചു. ആ, അപ്പോ ഞാൻ വന്നത്, നമ്മുടെ കിഷോർ സാറിനെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള അനിയറ്റിക്ക് ഇഷ്ടാണ് അല്ലേ? രണ്ടുപേരും ഞെട്ടിപ്പോയി. മിഴിച്ചു നോക്കണ്ട, അതപ്പ തന്നെ എനിക്ക് കത്തി. സാറിന് ആ കുട്ടിയോട് എങ്ങനെയാണെന്ന് അറിയാൻ നടത്തിയ കാട്ടിക്കൂട്ടലുകളായിരുന്നു അല്ലേ? നിന്റെ തലയിലാകും ഐഡിയ ഉദിച്ചത്. അവൻ പുച്ഛത്തോടെ നോക്കി. അതിനിപ്പോ എന്താ, നല്ല ഐഡിയ ആയിരുന്നു. അതുകൊണ്ട് മനസ്സിലായല്ലോ പുള്ളിക്ക് ഇഷ്ടമുണ്ടെന്ന്. ഹാ, ബെസ്റ്റ്. എടി പൊട്ടിക്കാളി, ദേ എന്നെ എങ്ങനെ വിളിച്ചാലുണ്ടല്ലോ. എന്നാ ബുദ്ധിരാക്ഷസി, അവിടുന്ന് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. കിഷോർ എന്ന വ്യക്തി നിങ്ങളുടെ അധ്യാപകനാണ്. അതുകൊണ്ട് അവൾ കണ്ണു ചുരുക്കി. അതുകൊണ്ട് അയാൾക്കിഷ്ടമാണെങ്കിലും ഒരിക്കലും അത് തുറന്നു പറയുകയോ പ്രകടിപ്പിക്കുകയോ ചെയ്യില്ല. ഒന്നാമത് അയാളുടെ സ്റ്റുഡൻറ്, പിന്നെ കോളേജ് ലൈഫും. പറയണോ? വാർത്ത കത്തില്ലേ? അപ്പോ പുള്ളിയുടെ മനസ്സിൽ അസൂയ, കുശുമ്പ്, തൻ്റെ പ്രണയം കൈവിട്ടു പോകുമോ എന്ന ഭയം, ഇതൊക്കെയാണ് അയാളുടെ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. മനസ്സിലായോ? ചെയർമാൻ ആള് കൊള്ളാലോ, എക്സ്പീരിയൻസ് ഉണ്ടല്ലേ. പിന്നെ ഞാനങ്ങനെ കുറെ എണ്ണത്തിനെ വളച്ച് കുപ്പിയിലാക്കിയിട്ടുണ്ട്. സഹായിക്കാൻ വന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ മുഖം വീർപ്പിച്ചു. പാറു അവരെ രണ്ടിനെയും സൂക്ഷിച്ചു നോക്കി പഠിക്കുന്നുണ്ട്. അപ്പോ ചെയർമാൻ പറഞ്ഞു വരുന്നത് അനിയോട് അടുത്തിടപഴകാൻ ഒരു രമണൻ വേണം എന്നല്ലേ? കറക്റ്റ്. അതിനിപ്പോ ഞാൻ വേണമെങ്കിൽ റെഡിയാണ്. അവൻ കോളറിൽ പിടിച്ചു. വേണ്ട, എടുത്തടിച്ച പോലെയായിരുന്നു ജെന്നിയുടെ മറുപടി. അതെന്താ? അത് ശരിയാകില്ല. ആർക്ക് ശരിയാകില്ല? അവൻ അവളെ ചുഴിഞ്ഞു നോക്കി. അതിപ്പോ എനിക്കതൊന്നും ഇഷ്ടമാകില്ല. ആണോ? ആ കുട്ടി എവിടെ? ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു കാമുകനെ അഭിനയിക്കാനുള്ള ഗ്ലാമർ എനിക്കില്ലേ എന്ന് എനിക്കറിയണം. അവൻ കരയും പോലെ ആക്ഷൻ കാണിച്ചു. എടോ, എന്താ പേര്? പാർവതി. ആ പാർവതി പറയൂ, ഞാൻ സുന്ദരനല്ലേ? ആ കുട്ടിക്ക് എന്നെ ഇഷ്ടമാകില്ലേ? അവൻ മൂക്ക് വലിച്ചു ചോദിച്ചു. ആകും, പക്ഷേ അതിനു മുന്നേ ചേട്ടനെ ആരോ മനസ്സിൽ പ്രതിഷ്ഠിച്ചു എന്നാ എൻ്റെ ഒരു നിഗമനം. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ അസൂയ ഓർ കുശുമ്പ് ഇവിടെയും വർക്കായെന്ന് തോന്നുന്നു. പാറു പറഞ്ഞതും വസു ചുണ്ട് കടിച്ചു പിടിച്ചു. അവൾ ജെന്നിയെ കണ്ണ് കാണിച്ചു. എനിക്ക് മനസ്സിലായേ, നിങ്ങളായി, നിങ്ങളുടെ പാടായി. ഞാൻ പോവാ. ആ പിന്നെ അഭിനയിക്കാൻ ആളെ കിട്ടിയില്ലെങ്കിൽ പറ, ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിട്ടു തരാം. വല്ലപ്പോഴും ഒരു 8-10 പൊറോട്ടയും ബീഫ് റോസ്റ്റും വാങ്ങിക്കൊടുത്താൽ മതി. 10 പൊറോട്ടയോ? അവൾ കണ്ണു തള്ളി. ആ, 5 അവനും 5 എനിക്കും. അല്ല പിന്നെ, ഐഡിയ എൻ്റേത്, ആളും എൻ്റേത്. അപ്പൊ പിന്നെ ഇതൊക്കെ സ്വാഭാവികം. കൊള്ളാലോ, പുര കത്തുമ്പോ തന്നെ വാഴ വെട്ടണം. അയ്യേ,
ഓൾഡ് ബനാന ടോക്കുമായി ഇറങ്ങിയേക്കുന്നു. നാണമില്ലല്ലോ. ഛേ പറഞ്ഞുകൊണ്ട് വസു എണീറ്റ് നടന്നു. അവന്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി വിരിഞ്ഞിരുന്നു. അവളുടെ ചുണ്ടിലും. അല്ല, ഇവിടെ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നേ? പാറു അവളെ നോക്കി പുരികമുയർത്തി. എന്ത്? ഒന്നുമില്ല, നീ ഒന്ന് പോയേ. മനസ്സിലായി മോളെ. എന്താടാ? തനിയുടെ ശബ്ദം കേട്ടതും അവർ തിരിഞ്ഞു. ഒന്നുമില്ലടാ, ഞാൻ വെറുതെ. പാറു ചിരിച്ചു. എടാ വന്നേ, ഉഗ്രൻ ഐഡിയ കിട്ടിയിട്ടുണ്ട്. ദൈവമേ, വീണ്ടും ഐഡിയയോ? അങ്ങേരുടെ കൈയുടെ ചൂടുകൂടി ഞാൻ അറിയേണ്ട വരുമോ എന്റെ ജെന്നി? ഛേ, നെഗറ്റീവ് അടിക്കല്ലേ. ഞാൻ പറയട്ടെ, കേട്ടിട്ട് നിനക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മതി. എന്താ? ഏതായാലും ഐഡിയ കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. ആ, അത് മതി. ജെന്നി സന്തോഷത്തോടെ ഐഡിയ വിവരിച്ചു. ആ, ഇതൊക്കെയാണ്. പക്ഷേ അഭിനയിക്കാൻ പറ്റിയ ആളെ എവിടുന്ന് ഒപ്പിക്കും? അതിനൊക്കെ ആള് റെഡിയാ. ആരാ? നമ്മുടെ സീനിയർ. അയ്യോ, അവസാനം വള്ളിയാകുമോ? ഛേ, പേടിക്കാതെ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. എന്നാ പിന്നെ ഒരു കൈ നോക്കാം അല്ലേ? ഡബിൾ ഓക്കെ. ജെന്നി കൈ നിവർത്തി. മൂന്നും ആ കൈയിൽ അമർത്തി പിടിച്ചു. ഇതാണ്ടാ ഫ്രണ്ട്ഷിപ്പ്. ജെന്നി ഉറക്ക ചിരിച്ചു. കിഷോർ ക്ലാസ്സിൽ നിന്നും ഇറങ്ങിയതും നാലും ക്ലാസ്സിൽ കയറി. സോഫിയ വന്നപ്പോ നാലും നല്ല കുട്ടികളായി ശ്രദ്ധിച്ചിരുന്നു. ഫ്രീ പീരീഡ് ജെന്നി ഇറങ്ങി വസുവിന്റെ ക്ലാസ്സിലേക്ക് നടന്നു. എനിക്ക് പറ്റിയ ആളെയാണോ വസു തരുന്നത് എന്ന് അറിയുകയാണ് ലക്ഷ്യം. ജെന്നി നടന്നു വരുന്നത് ജനാലയിൽ കൂടി കണ്ട എലീന വേഗം എണീറ്റ് വസുവിന്റെ അടുത്ത് ചേർന്നിരുന്നു. എന്താടി, നിനക്കവിടെ ഇരിക്കാൻ സ്ഥലമില്ലേ? എപ്പോഴും ഇവനെ ഒട്ടിയിരുന്നാലേ നിനക്ക് പറ്റുള്ളോ? അനീഷ് അല്പം ചുരുക്കോടെ ചോദിച്ചു. ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യും, നീ നിന്റെ പണി നോക്ക്. അവൾ വസുവിന്റെ തോളിൽ കൈയിട്ടു. ഞാൻ ചിലപ്പോൾ ഇരിക്കും, കിടക്കും, ഇവനെ തന്നെ അങ്ങ് കെട്ടും. അത് ചോദിക്കാൻ നീ ആരാ? ഡാ, എന്നെ കെട്ടാൻ നീ ഓക്കെ അല്ലേ? പിന്നെ ഡബിൾ ഓക്കെ. അത് കേട്ടുകൊണ്ടുവന്ന ജെന്നിയുടെ മുഖം വലിഞ്ഞു മുറുകി. ജയിച്ചതുപോലെ എലീന ഒന്ന് ചിരിച്ചു. എടാ വസു, അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ട്രെയിന് തലവെക്കോ? വിനു ചോദിച്ചതും കൂട്ടച്ചിരി ഉയർന്നു. എലീന അവനെ നോക്കി കണ്ണുരുട്ടി. അല്ല, ആരാ ഇത്? സനൽ അത്ഭുതത്തോടെ ചോദിക്കുന്നത് കേട്ടാണ് വസു വാതിലിലേക്ക് നോക്കിയത്. അവൻ ഉമിനീർ വിഴുങ്ങിപ്പോയി. അതുപോലെ അവനെ തുറിച്ചു നോക്കി നിൽക്കുകയാണ് ജെന്നി. എലീനയുടെ ചുണ്ടിൽ വിജയിച്ചിരി വിരിഞ്ഞു. ഒന്ന് വന്നേ, ഒരു കാര്യം സംസാരിക്കാനുണ്ട്. അവൾ ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു മുന്നോട്ട് നടന്നു. ഇതെന്താടാ, ഇടം തിരച്ചിലാണല്ലോ. സനൽ വസുവിനെ നോക്കി. ഡാ, നിനക്ക് നാണമില്ലേ? അവള് വന്ന് വിളിച്ച ഉടനെ നീ പിന്നാലെ പോകുവാണോ? വസു എണീക്കുന്നത് കണ്ട എലീന തടയിടാൻ ശ്രമിച്ചു. അതിനിപ്പോ എന്താ, എനിക്കൊരു പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് വസുവേഗം ജെന്നിയുടെ പിന്നാലെ പാഞ്ഞു. കാത്തു സൂക്ഷിച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയി. എലി, നിന്റെ കഞ്ഞിയിൽ പാറ്റ വീണെന്നാ തോന്നുന്നത്. സനലൊന്ന് കൊള്ളിച്ചു. പാറ്റയല്ലടാ, ജെന്നി എന്ന ജെന്നിഫർ. വിനു ചിരിയോടെ പറഞ്ഞു. എലീനയുടെ കണ്ണുകൾ കുറുകി. അവനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നാ പോലെ ലുക്ക, ആരായാലും നോക്കി നിന്നു പോകും. സനൽ പറഞ്ഞു. എലീനയുടെ കണ്ണുകളിൽ പകയെരിഞ്ഞു. വസുവിന് ഒരു ചായ്വുണ്ടെന്ന് കണ്ട ഞാൻ പിന്മാറിയത്. അല്ലെങ്കിൽ ഞാനൊന്ന് ട്രൈ ചെയ്തേനെ. ആദ്യം കണ്ട കാഴ്ചയിൽ എൻ്റെ മനസ്സൊന്ന് കൈവിട്ടു പോയതാ. അനീഷ് ചിരിയോടെ പറഞ്ഞു. എലീനയെ ചൊടിപ്പിക്കുക മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. അവൾക്ക് വസുവിനെ ഇഷ്ടമാണെന്ന് അവർക്ക് നന്നായി അറിയാം. അതാണ് ഇങ്ങനെ എരികേറ്റുന്നത്. അത് ഫലം കാണുകയും ചെയ്തു.
എലീനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇല്ല, വസു എന്റേതാ. വിട്ടു കൊടുക്കില്ല. ഞാൻ ഒരുത്തിക്കും. അവനെ ഞാൻ മോഹിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമാക്കിയിരിക്കും ഞാൻ. ജെന്നിഫർ. അവളുടെ പല്ലിനടിയിൽ ആ പേര് ചതഞ്ഞരഞ്ഞു. കോറിഡോർ എത്തിയതും ദേഷ്യത്തിൽ ചവിട്ടിത്തുള്ളി മുന്നേ പോകുന്ന ജെന്നിയെ വസു പിന്നിൽ നിന്നും കയ്യിൽ പിടിച്ചു നിർത്തി. എങ്ങോട്ടാ ഈ പായുന്നേ? നിൽക്ക്. എന്തിനാ എന്നെ തിരക്കി വന്നത്? എന്താ പറയാനുള്ളത്? അവൾ ദേഷ്യം നിറഞ്ഞ കണ്ണുകളോടെ അവനെ നോക്കി. വന്നതുകൊണ്ട് ചിലതൊക്കെ അറിയാൻ കഴിഞ്ഞു. അവന്റെ മുഖം ചുളുങ്ങി. എന്തറിഞ്ഞെന്നാ? ഓ, ഒന്നും അറിയില്ലല്ലോ. പാവം. അവൾ അവന്റെ കൈ തട്ടിയെറിഞ്ഞു. നിനക്ക് എന്താ ജെന്നി? കാര്യം പറ. ഇയാളും അവളും തമ്മി എന്താ റിലേഷൻ? അവന്റെ പുരുകം ചുളുങ്ങി. ഏതവൾ? ആ ചൊറി പിടിച്ച എലി. ദേഷ്യത്തിൽ അവൾ അവനെ നോക്കി ചോദിച്ചു. അവന് ചിരി പൊട്ടി. ആര്? എലീനയോ? എന്റെ ജെന്നി. ഞാൻ ആരുടെയും ജെന്നിയല്ല. ഓ ശരി, എന്നാ ആരുടെയും അല്ലാത്ത ജെന്നി. അവളും ഞാനും സനലും വിനുവും അനീഷും ഒക്കെ നല്ല ഫ്രണ്ട്സ് മാത്രാ. അവളൊരു പെണ്ണായതുകൊണ്ട് മാത്രം കൂട്ടുകൂടരുത് എന്നുണ്ടോ? അതില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു അവൾക്ക് ദേവേട്ടനെ ഇഷ്ടമാണെന്ന്. ഞാനും ആരുടെയും ദേവേട്ടനല്ല. അവൻ മുഖം വീർപ്പിച്ചു പറഞ്ഞു. എന്നാര് പറഞ്ഞു? ഇയാൾ എൻ്റെ മാത്രം ദേവേട്ടനാ, എൻ്റെ മാത്രം. ആ നിമിഷം അവളുടെ മനസ്സ് പറഞ്ഞു. അതൊന്നുറക്കെ പറയടി. എന്ത് നിന്റെ മനസ്സിൽ ഇപ്പൊ വന്നത്? അതിന് എൻ്റെ മനസ്സിലൊന്നും ഇല്ലല്ലോ. ഇല്ലേ? ഇല്ല. അവളുടെ സ്വരം പതിഞ്ഞുപോയി. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ചേർക്കാൻ തോന്നിപ്പോയി അവന്. അതെ, എന്താ ആലോചിക്കുന്നത്? അവൾ അവന്റെ മുഖത്തേക്ക് വിരൽ ഞൊടിച്ചു. താൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു എന്നവന് ബോധ്യായി. അവളുടെ കണ്ണുകൾ അവനെ അത്രമേൽ ആകർഷിച്ചിരുന്നു. അവന്റെ കൈകൾ അറിയാതെ ഉയർന്നു. അവളുടെ മുഖം കൈകളിലെടുത്തു. അവൾ പിടച്ച മിഴികളോടെ അവനെ നോക്കി. ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ആഴത്തിൽ കോർത്തു. അവർ തങ്ങളുടെ ഉള്ളിലെ പ്രണയം പറയാതെ പറയുകയായിരുന്നു. ഇരുവരും അതിൽ മതിമറന്നു. നിമിഷങ്ങൾ കടന്നുപോയത് ഇരുവരും അറിഞ്ഞില്ല. ബെൽശബ്ദം മുഴങ്ങിയതും ഇരുവരും ഞെട്ടിയകന്നു. പരസ്പരം നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. ഇരുവരുടെയും ഹൃദയം അത്രമേൽ വേഗത്തിൽ മിടിക്കുന്നുണ്ട്. ദേവേട്ട, ഞാൻ വന്നത് അനിയുടെ കൂടെ അഭിനയിക്കാൻ തയ്യാറായ ആളാരാണെന്ന് അറിയാനാ. അവൾ മുഖം ഉയർത്താതെ ചോദിച്ചു. അത് വിനുവാണ്. ആ, എന്നാ ഞാൻ പോട്ടെ. പിടപ്പോടെ അവൾ അവനെ കടന്നു. ജെന്നി. അവന്റെ സ്വരത്തിലെ മാറ്റം ഉള്ളുകൊണ്ടവൾ തൊട്ടറിഞ്ഞു. നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ എൻ്റെ മനസ്സ്? അവന്റെ സ്വരം ആർദ്രമായിരുന്നു. അവൾ കണ്ണുകൾ അടച്ചു തുറന്നു. നാളെ ഇതേ ഇടം, ഇതേ സമയം എനിക്ക് നിന്റെ നാവിൽ നിന്നും അറിയണം. എനിക്കുള്ള മറുപടി നിന്റെ ഹൃദയത്തിൽ നിന്നും. അവന്റെ സ്വരം നേർത്തു പോയിരുന്നു. നാളെ ആക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഇപ്പോ ഈ നിമിഷം തന്നെ ഉള്ളു തുറന്നു പറഞ്ഞാലോ? എനിക്ക് ഈ ദേവേട്ടനെ ഇഷ്ടമാണെന്ന്, എൻ്റെ പ്രാണനാണെന്ന്. ജെന്നി. തസ്നിയുടെ വിളി കേട്ട് അവൾ ഞെട്ടി. നീ ഇവിടെ എന്തെടുക്കുവാ എൻ്റെ ജെന്നി? ഞാൻ ഇവിടേക്ക് നോക്കി. ഓ, ചെയർമാനും ഉണ്ടായിരുന്നോ? എന്തായി? സക്സസ് അല്ലേ? ആ, അത് നാളെ അറിയാം. ജെന്നി ഒന്ന് നോക്കിക്കൊണ്ട് വസു പറഞ്ഞു. അതെന്താ നാളെ? ഇന്നറിയാൻ പറ്റില്ലേ? പറ്റും, പക്ഷേ ഏതൊരു കാര്യവും ഒന്ന് മനസ്സിരുത്തി ആലോചിക്കണമല്ലോ.
കൂട്ടിയും കിഴിച്ചും വേണം ഫൈനൽ ഡിസിഷൻ എടുക്കാൻ. അങ്ങനെ ഒരു തീരുമാനം എടുത്താൽ പിന്നെ മറ്റാർക്കും മറ്റൊന്നിനും നമ്മളെ പിന്തിരിപ്പിക്കാൻ സാധിക്കില്ല. ചെയർമാൻ ഇത് എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവനൊന്ന് ചിരിച്ചു. മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കി കഴിഞ്ഞു. ഞാൻ പോട്ടെ. അവൻ ക്ലാസ്സിലേക്ക് നടന്നു. ഇതെന്താപ്പോ? വിരൽ കടിച്ചുകൊണ്ട് തനി അവളെ നോക്കി. നീ വാ എന്റെ തനിക്കുട്ടി, കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. അവർ നിന്നെ വെയിറ്റ് ചെയ്യുക. നമുക്ക് വൈകുന്നേരം ബീച്ചിലൊന്ന് കറങ്ങിയാലോ? ഇന്ന് വേണ്ട, നാളെ ആകാം. വാപ്പ ഇന്ന് വീട്ടിലുണ്ട്. ജെന്നി അവളുടെ തോളിൽ കൈയിട്ട് മുന്നോട്ട് നടന്നു. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് 4 പേരും ക്യാൻറ്റീനിലേക്ക് പോകാനിറങ്ങി. എടാ, ഇന്നിപ്പോ ഒന്നും വേണ്ട. വാപ്പ ഉള്ളോണ്ട് നേരത്തെ വീട്ടിൽ കയറണം. ഇല്ലേൽ ശുഭം. ഇവളുടെ ഒരു വാപ്പയും. ഇപ്പൊ ക്യാൻറ്റീനിൽ ചെന്ന നല്ല ചൂട് പഴംപൊരിയും ബ്രൂ കോഫിയും കുടിക്കാം. അള്ളോ, ഇന്നിപ്പോ എനിക്ക് പഴംപൊരിയും വേണ്ട, ഒന്നും വേണ്ട. എന്നാ നിങ്ങൾ പാർക്കിങ്ങിലേക്ക് നടന്നോ, ഞാനൊന്ന് പോയിട്ട് വരാം. അന്യ വിരലുയർത്തി. എടാ, എനിക്കും പാറു കൂടെ കൂടി. ഇവളുമാരുടെ ഒരു കാര്യം. അല്ല, നിനക്കൊന്നും ഇല്ലേ എൻ്റെ ജെന്നി? ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അത് ഞാൻ ശീലിച്ചതാ. എനിക്ക് വീട്ടിൽ ചെന്നേ അതൊക്കെ പോകൂ. അടിപൊളി. അപ്പോ നീ ഒരു 3-4 ദിവസം ടൂറോ മറ്റോ പോയാലോ? ആ, അപ്പോ പോയല്ലേ പറ്റൂ. ജെന്നി ചിരിച്ചു. അവർ പാർക്കിങ്ങിലെത്തിയതും ജെന്നിയുടെ സ്കൂട്ടിയുടെ പുറത്ത് ആരോ ഇരിക്കുന്നതവർ കണ്ടു. അതാരാ നിന്റെ വണ്ടിയിൽ? അറിയില്ലടാ. അവർ സൂക്ഷിച്ചു നോക്കി. തിരിഞ്ഞിരിക്കുന്നതുകൊണ്ട് മുഖം വ്യക്തമല്ല. പക്ഷേ അയാൾക്ക് മുന്നിൽ നിൽക്കുന്നത് ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. സംസാരിച്ച് അയാൾ ജെന്നിയുടെ സ്കൂട്ടിയുടെ മിററിൽ തൂക്കിയിരുന്ന ചെറിയ ഡോൾ പൊട്ടിച്ചെടുത്തു. അയ്യോ, എൻ്റെ റോസി. റോസിയോ? അതേടാ, എൻ്റെ ഡോൾ. ഇവനെ ഇന്ന് ഞാൻ. ജെന്നി മുന്നോട്ട് പായാൻ തുടങ്ങി. ജെന്നി, നില്ല, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. നീയല്ലേ രാവിലെ പറഞ്ഞത് അനിയെ പോണിലെ വേണം പെൺപിള്ളേരെന്ന്? നീ ഇന്നെൻ്റെ പെർഫോമൻസ് കണ്ട് ഞെട്ടും. തനി വേഗം മുന്നോട്ട് നടന്നു. അവളുടെ പോക്ക് നോക്കി അമ്പർന്ന് നിൽക്കുകയാണ് ജെന്നി. ഈ പെണ്ണ് എന്തിനുള്ള പുറപ്പാടാണാവോ? വേഗത്തിൽ ചെന്ന തനി സ്കൂട്ടിയിലിരുന്ന പയ്യനെ പിന്നിൽ നിന്നും 2 കൈകൊണ്ടും ശക്തിയിൽ തള്ളിയിട്ടു. അയ്യോ, എൻ്റെ അമ്മേ! നിലവിളിയോടെ ആ പയ്യൻ വീണു. തനി ഇടുപ്പിൽ കൈകുത്തി രൂക്ഷമായി നോക്കി നിന്നു. വീണിടത്തു നിന്നും തിരിഞ്ഞ അവന്റെ മുഖം കണ്ടതും അവൾ വാ തുറന്നുപോയി. അതേ അമ്പരപ്പ് അവന്റെ മുഖത്തും കാണാം. ഫ്രണ്ട്സ്, നമ്മുടെ ന്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണേ. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇനിയും ഒരുപാട് പേര് ചെയ്യാനുണ്ട്. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തവരെ കാണാട്ടോ. അപ്പോൾ ചെയ്യാത്തവർ വേഗം ചെയ്യണേ. ലിങ്ക് പോസ്റ്റിലുണ്ടേ.